ചെയ്യുന്ന ഹോട്ടലുകളും ജ്യൂസ് കടകളും നിർബന്ധമായും ബഹിഷ്കരിച്ചേ തീരൂ. പാടത്തും പറമ്പത്തും അവർ പണിയെടുത്തുകൊള്ളട്ടെ, നമുക്ക് വിരോധമില്ല. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിദ്യാലയത്തിലെ വെൽഫെയർ കമ്മിറ്റി മീറ്റിംഗിൽ നടത്തിയ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് താഴെ കുറിക്കുന്നത്. കോഴിക്കോടുകാരുടെ ഭക്ഷണപ്രിയത്തെ മുതലെടുത്ത് അനേകം ഹോട്ടലുകളും തട്ടുകടകളും കാറ്ററിംഗ് കേന്ദ്രങ്ങളുമാണ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മുളച്ചു പോകുന്നത്. ഇത്തരം ചെറുതും വലുതുമായ സ്ഥാപനങ്ങളിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ വെളിച്ചത്ത് വന്നത് ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഒന്നോ രണ്ടോ ഹോട്ടലുകളിൽ ഒഴികെ സ്ഥിരം ജീവനക്കാരില്ല. ഓരോ ദിവസവും ആരെന്നോ എന്തെന്നോ അറിയാത്ത അന്യസംസ്ഥാനക്കാരാണ് സപ്ലൈ മുതൽ പാചകം വരെ നടത്തുന്നത്. അത്യാവശ്യം വേണ്ട വ്യക്തി മാനദണ്ഡങ്ങൾ പോലും ഇവർക്ക് അന്യമാണ്. ഭൂരിപക്ഷം പേർക്കും ത്വക്ക് രോഗങ്ങളുണ്ട്. മാരക രോഗങ്ങളായ TB, ലൈംഗിക രോഗങ്ങൾ, എയ്ഡ്സ് എന്നിവയുള്ളവരും കുറവല്ല. പാൻ, പുകയില, കഞ്ചാവ്, മദ്യം എന്നിവ ഉപയോഗിക്കുന്നവരാണ് അധികവും. ഉടമയോടുള്ള ദേഷ്യത്തിന് ഭക്ഷണത്തിലേക്ക് മൂത്രമൊഴിച്ച സംഭവം വരെയുണ്ട്. കൈ ഒരിക്കലും കഴുകാറില്ല. ജോലി കഴിഞ്ഞ് അന്തിയുറക്കം തെരുവ് വേശ്യകളുടെ കൂടെയാണ്. ബീഫ്, ചിക്കൻ, മീൻ മുതലായവ കഴുകിയാൽ രുചി പോകുമെന്ന് വിശ്വസിക്കുന്നവരും ഒരിക്കലും കഴുകാത്തവരുമുണ്ട്. വിഷപ്പച്ചക്കറി അതേപടി ഉപയോഗിക്കുന്നു. മിക്കയിടത്തും ഉപയോഗിക്കുന്ന ചായപ്പൊടി, പാൽ, തൈര്, മസാലകൾ, എണ്ണകൾ എന്നിവ ഡ്യൂപ്ലിക്കേറ്റോ മൂന്നാംകിടയോ ആണ്. വണ്ടിക്കാരിൽ നിന്ന് ചത്ത കോഴികളെ മാത്രം വാങ്ങി കറിയും ബിരിയാണിയും വെക്കുന്ന ഹോട്ടലുകളും കാണാനിടയായി. ഏറ്റവും ഭീകരമായ അവസ്ഥ വെള്ളത്തിൻ്റെതാണ്. അങ്ങേയറ്റം മോശം ജലമാണ് മിക്കവാറും സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രമുഖ ഹോട്ടലിന്റെ വാട്ടർ ടാങ്കിൽ നിന്ന് ചത്തുചീഞ്ഞ പൂച്ചയുടെ ജഡം കണ്ടെത്തുകയുണ്ടായി. ക്വാളിഫോം ബാക്ടീരിയകളുടെ അളവ് ആപൽക്കരമായ തോതിലാണ്. പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ നിറവും രുചിയും മാറ്റി വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നാം സ്വാദോടെ ഭക്ഷിക്കുന്നു. തീരാവ്യാധികൾ സന്തോഷത്തോടെ കൈനീട്ടി വാങ്ങുന്ന ഈ സ്വഭാവം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. സ്വാദ് അല്പം കുറഞ്ഞാലും അല്പം പ്രയാസപ്പെട്ടാലും സ്വന്തം വീട്ടിലെ ഭക്ഷണമാണ് നല്ലത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഹോട്ടലുകളും ജ്യൂസ് കടകളും നിർബന്ധമായും ബഹിഷ്കരിച്ചേ തീരൂ.